ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് ഒരു സൺഡേ ആണ്. അപ്പം ഞാൻ കരുതി ഒരു വീഡിയോ അങ്ങ് എടുക്കാമെന്ന്. കുറേ ദിവസമായി ഞാനിങ്ങനെ എൻ്റെ റൊട്ടീൻ തന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്തൊക്കെ ഇടണമെന്ന് കരുതിയിട്ട് ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇന്ന് രാവിലെ കരുതി അതങ്ങ് ചെയ്യാമെന്ന്. അങ്ങനെ ആദ്യം തന്നെ ഞാൻ വന്നിട്ട് കെറ്റിലിൽ കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് ഗ്ലാസ്സിലൊക്കെ എടുത്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കിട്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ആ ടൈം ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുവാണ്. അപ്പോഴത്തേക്കും ഞാൻ പോയി ചിയാ സീഡ് എടുത്തിട്ട് വന്ന് ചിയാ സീഡ് എടുത്തുകൊണ്ട് വന്നിട്ട് ഗ്ലാസ്സിൽ ഇട്ടതിന് ശേഷം അതിനകത്തോട്ട് ഈ ചൂട് വെള്ളം ഒഴിച്ച് വെച്ചേക്കും. എന്നിട്ട് ഇത് ഇപ്പോഴെങ്കിലും ഞാൻ കുടിക്കത്തില്ല. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴെങ്കിലും കുടിക്കാൻ തോന്നുമ്പം ഞാൻ കുടിക്കും. ഇത് സ്ഥിരവും അല്ല, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ഒരു കാര്യവും സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യത്തില്ല. അതിന് ശേഷം ഞാൻ അതിനകത്ത് വെള്ളം ഒഴിച്ച് വെക്കും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക ഭംഗിയുണ്ട്. പിന്നെ എനിക്കിതിങ്ങനെ കുതിർന്ന് വരുമ്പോൾ അതിങ്ങനെ കടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് തോന്നുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് വയ്ക്കുന്നത്. അങ്ങനെ ഇതിനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മിക്ക ടൈമിൽ ഒന്നീ സ്മൂത്തി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ മുട്ടയായിരിക്കും. 1-2 മുട്ട ഞാൻ ഇങ്ങനെ ബോയിൽ ചെയ്യും, അല്ലെങ്കിൽ ഓംലെറ്റ് ബുൾസൈ എന്തെങ്കിലും ചെയ്തിട്ട് ആ മുട്ട ഞാൻ കഴിക്കും. പിന്നെ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു വിശപ്പും എടുക്കത്തില്ല. പിന്നെ അതിനിടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സോ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കഴിച്ചതിനൊക്കെ ശേഷം എൻ്റെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ നെയിൽ പോളിഷ് എല്ലാം റിമൂവ് ചെയ്ത് കളയണം. അപ്പം ഞാൻ ഈ ഒരു വൈപ്സാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ടാകുമ്പോൾ നമ്മളെ മറ്റേ പഞ്ഞിക്കകത്ത് സാധാരണ നമ്മളെ മറ്റേ സാധനം ലിക്വിഡ് ചെയ്യുമ്പോഴത്തേക്ക് കോട്ടൺ എടുത്തിട്ട് അതിനകത്താക്കിയിട്ടൊക്കെ ചെയ്യണം. ഇത് നല്ല വെറ്റായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് സാധനമാണെന്നൊന്നും ഞാൻ ഇതുവരെ വായിച്ചു നോക്കിയിട്ടില്ല. അത് വെച്ച് ഇങ്ങനെ 2 വട്ടമൊക്കെ റബ്ബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ ഫുള്ളായിട്ട് റിമൂവായി വരും. നല്ല ഈസിയാണ്. ഒരു 2 എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് എൻ്റെ കയ്യിലെല്ലാം മാറ്റി കിട്ടും. അപ്പം ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയിൽ നോക്കുന്നത്. പണ്ട് പഠിക്കുന്ന സമയത്തൊന്നും എനിക്ക് നെയിൽ വളർത്താനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. നെയിൽ പോളിഷ് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനെല്ലാം ഫൈൻ കിട്ടുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. വേറെ ആൾക്കാരുടെ കയ്യിലൊക്കെ നഖം കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ വരുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനത്തെ പ്രോബ്ലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നല്ലപോലെ നെയിലൊക്കെ വളർത്തി അതിനെയൊക്കെ സൂക്ഷിച്ച് നെയിൽ പോളിഷൊക്കെ ടൈമിൽ മാറ്റി നല്ല സൂപ്പറായിട്ട് കൊണ്ട് കിടക്കും. അപ്പം എനിക്ക് കൈ ഭയങ്കരമായിട്ട് സൂക്ഷിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ നെയിൽ പോളിഷൊക്കെ മാറ്റി. നെയിൽ പോളിഷ് മാറ്റുന്നത് ഒരു പ്രത്യേക സുഖമാണ്. അത് ഗേൾസിനൊക്കെ മനസ്സിലാവും എൻ്റെ ഒരു സുഖം. നെയിൽ പോളിഷ് മാറ്റി പുതിയ നെയിൽ പോളിഷൊക്കെ അടിച്ച് ഇങ്ങനെ വൃത്തിയായി നടക്കുന്നത്. എന്നാൽ ചില സമയത്ത് നെയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെയിൽ പോളിഷ് ഇടാറില്ല. ആ സമയത്ത് ആ നെയിലിന് ആ ഒരു ഭംഗി കിട്ടും. കാരണം നെയിൽ പോളിഷൊന്നും ഇല്ലാതെ നമ്മൾ ആ കുഞ്ഞു നഖം കാണാൻ വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടൊരു ഭംഗിയുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നെയിലൊക്കെ തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാനിതിൻ്റെ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റൈസ് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുക്കും. അതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് പാൽ മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ ചില സമയത്ത് ഞാനൊരു സ്ക്രബ്ബർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല. അതും സൂപ്പറായിരുന്നു. അത് പക്ഷേ കെമിക്കലായതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തി. ഈ ഒരു റൈസ് ഫ്ലോർ ആയിരിക്കുമ്പോഴത്തേക്ക് അത് നല്ല രസമുണ്ട്. അതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്തിട്ട് നമ്മൾ കയ്യിൽ നല്ല പോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് കൈക്കൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീൽ കിട്ടും. അതിന് മുന്നേ ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു തുണി എടുത്തിട്ടിട്ടുണ്ട്. കാരണം അതിനകത്ത് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടാവും. അതുകൊണ്ട് ഞാനൊരു തുണി എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ കയ്യിൽ തേച്ചിട്ട് ഒന്ന് സർക്കുലർ മോഷനിൽ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്ത് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്ത് ശരിയാക്കി എടുക്കാം. അപ്പോൾ ആ പരിപാടി ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു ഭംഗിയൊക്കെ വരും കൈക്ക്. പിന്നെ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ ആ കാര്യം മറന്നുപോയി. ഞാനിത് ചെയ്തിട്ട് നെയിൽ പോളിഷ് ഇടാനുള്ള ആ ഒരു സ്പീഡിലായിരുന്നു. അങ്ങനെ ഞാൻ ഇത് സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 കൈയിലും എടുത്തിട്ട് 2 കൈയിലും ചെയ്ത് കൊടുക്കും. ഇത് ബോഡി ഫുള്ള് സ്ക്രബ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇന്ന് എനിക്ക് അതിനുള്ളൊരു മോഡിൽ ഞാൻ കരുതിയത് നമ്മളെ കൈ മാത്രം ഒന്ന് ക്ലീൻ ആക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നെയിൽ പോളിഷ് ഇടണം. അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞോട്ടെ. അങ്ങനെ ഞാൻ സ്ക്രബൊക്കെ ചെയ്ത് വാഷൊക്കെ ചെയ്തിട്ട് ഒരു ടിഷ്യൂ എടുത്തിട്ട് 2 കൈയും നല്ല പോലെ അങ്ങ്
തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. വെള്ളമൊന്നും ഇല്ലാതാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് മോയ്സ്ചറൈസർ ഇടണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ കാര്യം വിട്ടുപോയി. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നെയിൽ പോളിഷ് ഇട്ടോളാൻ വയ്യായിരുന്നു. അതും എൻ്റെ കയ്യിലൊരു നെയിൽ പോളിഷ് ഉണ്ട്, ഒരു ഫ്ലൂറസൻ്റ് ആയിട്ടുള്ളൊരു പിങ്ക്. അപ്പോൾ അതെനിക്കങ്ങ് ഇട്ടോളാൻ വയ്യ. അങ്ങനെ 3 ഓപ്ഷൻ വെച്ചിട്ട് എനിക്ക് അത് മാത്രം, അത് മനസ്സിൽ കയറിയിരിക്കുന്നതുകൊണ്ട് ആ ഒരു സാധനം മതി എന്നുള്ളൊരു ഇതിൽ ഞാൻ എത്തി. അങ്ങനെ ഞാൻ അതിനെ ഇങ്ങനെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെയിൽ പോളിഷ് ഇടണം. ഈ പണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് എപ്പോഴും ഫ്ലൂറസൻ്റ് ആയിരുന്നു. ബ്ലൂ, ഗ്രീൻ, പിങ്ക്, പിന്നെ മഞ്ഞ, ഇങ്ങനത്തെ കളറൊക്കെ ആയിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഞാനൊരു മാറ്റായിട്ടുള്ള നമ്മളെ നെയിൽ പോളിഷൊക്കെ ഉപയോഗിക്കും. പക്ഷേ ഇന്ന് എനിക്ക് എന്തോ ഒരു മൂഡ് വന്ന് എനിക്ക് ഇങ്ങനത്തെ ഒരു നെയിൽ പോളിഷ് ഇടാൻ വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞപ്പം ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ഞാൻ അങ്ങനെ കാണിച്ചു തരാമേ. ഇപ്പം ഞാൻ നെയിൽ പോളിഷ് ഇടട്ടെ. എൻ്റെ നെയിലിന് ഇത്രയും നീളമേ ഉള്ളൂ. ഇതിൽ നീളം വെക്കും, പക്ഷേ ഇപ്പം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു നീളത്തിലാണ്. കാരണം പേന പിടിക്കാൻ പറ്റത്തില്ല. തോനെ നീളമാകുമ്പം അതെനിക്കാണോ വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്നറിയത്തില്ല. പേന കറക്റ്റ് പിടിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, നല്ല പെയിൻ എടുക്കും. അപ്പോൾ ഈ ഒരു നീളത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോഴത്തേക്ക് പേന പിടിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഒരു രസത്തിന് ഇങ്ങനെ കിടക്കും. എൻ്റെ 2 കയ്യിലും നഖമുണ്ട്. അത് വലത്തെ കയ്യിൽ ഇടത്തെ കയ്യിൽ അത്രയും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. അതോ സെയിം ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും 2 കയ്യിലും നഖമൊക്കെ ഉണ്ട്. അതിനകത്ത് എപ്പോഴും എനിക്ക് നെയിൽ പോളിഷ് വേണം. അങ്ങനെ എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ്. ഇടയ്ക്കൊന്നും നെയിൽ പോളിഷ് ഇടാത്തപ്പോൾ ഞാൻ പിന്നെ വളർത്തേണ്ട കാര്യമില്ലല്ലോ, വളർത്താനും പറ്റില്ല. നെയിലുണ്ടെങ്കിൽ എനിക്ക് നെയിൽ പോളിഷ് കയ്യിൽ എപ്പോഴും വേണം. അതെനിക്ക് മസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട ആ ഒരു കളർ എൻ്റെ നെയിലിൽ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഓട്ട് ചെയ്ത് ആ കളർ ഇതുവരെ പോയിട്ടില്ല. പിന്നെ അടുത്തതായിട്ട് ഞാനൊരു വേറൊരു പാക്ക് ഉണ്ടാക്കി. കാരണം ആ റൈസിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓട്സും കൂടി ഇട്ടിട്ട് ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് അത് ഞാൻ എൻ്റെ മുഖത്തിടാമെന്ന് കരുതി. അങ്ങനെ ഞാൻ അതും കൂടി ഇടുക. മുഖത്ത് കണ്ടോ എണ്ണമയമൊക്കെ ഉണ്ട്. കാരണം തലയിൽ നല്ല എണ്ണയുണ്ട്. അത് ഞാൻ മുഖത്തോട്ടിറങ്ങും. ഒന്നാമത് ഞാനൊരു ഓയിലി സ്കിന്നുള്ള ജീവിയാണ്. അപ്പോഴത്തേക്ക് തലയിലും കൂടി എണ്ണ ഉള്ളപ്പം പറയണ്ടല്ലോ, അതിങ്ങനെ നല്ല പോലെ ഇറങ്ങും. പിന്നെ ഞാൻ ഈ പ്രാവശ്യം ചെന്നപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് പറഞ്ഞാൽ നമുക്ക് ത്രെഡ് ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ കേട്ടില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എൻ്റെ പിരികം കിളിക്കുന്നില്ല, പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്ന്. ഇനി എനിക്ക് ചെയ്യണം. ഇനി വീട്ടിൽ പോകുമ്പോൾ ഞാൻ ചെയ്യും. എനിക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഞാൻ ത്രെഡ് മാത്രമേ മുഖത്ത് ചെയ്യാറുള്ളൂ. പക്ഷേ അത് ഞാൻ ആരെക്കൊണ്ടാണോ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യിക്കുന്നത് ആ ആളായിരിക്കണം എനിക്ക് പിന്നെ ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് കൂടുതലിട്ട് വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. ചിലർ എടുക്കാൻ നല്ല ടൈം എടുക്കും, ചിലർ പെട്ടെന്ന് എടുക്കും. ഈ പെട്ടെന്ന് എടുക്കുന്ന ഒരു 2-3 പ്രാവശ്യത്തേക്ക് ഒരു വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അവർ തീർത്ത് ഷേപ്പാക്കി എടുക്കും. അത് അങ്ങനെ ചെയ്യുന്ന 2 പേരെനിക്കുണ്ട്. അപ്പോൾ അവരുടെ അടുത്തായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ആവശ്യം വേണ്ടത് കുക്കിംഗ് ആയിരുന്നു. ഫുഡ് ഉണ്ടാക്കണം വൈകിട്ടത്തേക്കുള്ള. അപ്പോൾ ഞാൻ കരുതിയത് ഒരു കടലക്കറി ഉണ്ടാക്കാമെന്നായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടലക്കറിയൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ എൻ്റെ ഒരു സ്വഭാവം, എനിക്ക് ടൈം കിട്ടുമ്പോഴത്തേക്ക് ഞാൻ കുക്കൊക്കെ ചെയ്തങ്ങ് മാറ്റിയിരിക്കും. പിന്നെ അപ്പോൾ കുഴപ്പമില്ലല്ലോ, നമുക്ക് നമ്മളെ ടൈമിൽ ചെയ്ത് വെച്ചതും പറഞ്ഞ് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇന്ന് കടലക്കറിയായിരുന്നു. അപ്പം ഞാൻ അതിനുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ കടലക്കറിയൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നെ കുക്ക് ചെയ്യുന്നതിന് ഒരു മടിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് എൻ്റെ ഇഷ്ടത്തിനായിരിക്കണം, അല്ലാതെ വേറൊരാൾ ഇങ്ങനെ അത് ചെയ് ഇത് ചെയ് എന്നൊന്നും പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെടില്ല. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്ന സാധനം അത് എൻ്റെ ഇഷ്ടത്തിന് മാത്രമായിരിക്കണം എന്നൊരു ഭയങ്കര നിർബന്ധം എനിക്കുണ്ട്. അതിൽ വന്നിട്ട് അഭിപ്രായം പറയുകയോ എൻ്റെ അടുത്ത് നീ അത് ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നതും എനിക്കിഷ്ടമല്ല. പിന്നെ എനിക്ക് പറഞ്ഞു തരാം, ഉപ്പില്ല മുളകില്ല എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരും, ഇടുക എന്തും ചെയ്യാം. പക്ഷേ എനിക്ക് അതിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്താലേ ശരിയാവൂ എന്നൊന്നും കുക്കിങ്ങിലില്ല. അത് പറഞ്ഞു തരുന്നതൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ കുക്കിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ബുക്ക് വായിക്കണം. അതിപ്പോൾ ഒരു 2 പേജായാലും എനിക്ക് ദിവസം അത് വായിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയൊക്കെയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ ആ 2 പേജെങ്കിലും ഞാൻ ദിവസവും വായിച്ചിരിക്കും. അത് എങ്ങനെ ടൈം കണ്ടെത്തിയിട്ടായാലും ഞാൻ വായിച്ചിരിക്കും. ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ ആയാലും ഉണ്ണിയെടുത്ത് ഉണ്ണി ഒരു 2 പേജ് ഞാൻ വായിക്കുന്നവരെ നീ ഒന്ന് ഹെഡ്സെറ്റ് വെച്ചോ, ആ സമയത്ത് ഞാൻ ബുക്ക് വായിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ വായിക്കണം. പക്ഷേ ആ ടൈമിൽ എനിക്ക് ഒരു വിധത്തിലുള്ള ശല്യങ്ങളും എന്നെ ശല്യപ്പെടുത്തുന്നതും എനിക്കിഷ്ടമല്ല. ഇങ്ങനെ ഞാൻ എൻ്റെ ഒരു ഈ സർക്കിളിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. ആ സർക്കിളിൽ കയറിയിട്ട് ഞാൻ അത് ചെയ്യണം, ഞാൻ ഇത് ചെയ്യണം, നീ അങ്ങനെ ഇരിക്കണം എന്നൊന്നും പറയുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ എൻ്റെ ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ആ ഒറ്റയ്ക്കിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ബുക്ക് വായിക്കുന്നത്, ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്, എൻ്റെ ഹെയർ നോക്കുന്നത് എല്ലാം. അതിനിടയ്ക്ക് ഞാൻ പെട്ടെന്ന് എൻ്റെ ജോലികൾ തീർത്ത് ഞാൻ എൻ്റെ റൂമിലെത്തിയിരിക്കും. കാരണം എനിക്ക്
റൂമിലിരിക്കുക എന്ന് വെച്ചാൽ എനിക്ക് ഇത്ര ഇഷ്ടമുള്ളൊരു വേറൊരു കാര്യം എനിക്കില്ല. എൻ്റെ റൂമിലിരുന്ന് എൻ്റെ കാര്യങ്ങൾ ആലോചിക്കുക, അവിടെ ഇരുന്ന് കാഴ്ചയാണ്, അതൊക്കെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ. അവിടെ ഇരുന്ന് ബുക്ക് വായിക്കുക. ചിലപ്പം അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് അവരൊരു കംഫർട്ട് സോണൊക്കെ കിട്ടുന്നത് ഭയങ്കര രസമാണ്. അതിനിടയ്ക്ക് ആരും കയറുന്നതൊന്നും ഇഷ്ടപ്പെടുമെന്നൊന്നും ഇരിക്കത്തില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമുക്ക് അമ്പലത്തിൽ പോകണമായിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ തൈപ്പൂയായിരുന്നു. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ഇനി അമ്പലത്തിൽ പോകണേ. അപ്പം ഉണ്ണി വന്ന് ഞാൻ കുളിച്ചൊക്കെ റെഡിയായി വന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഇനി അമ്പലത്തിലൊക്കെ പോകണം. അപ്പം ഞാൻ റെഡി ആയിട്ടൊക്കെ വരട്ടെ. അങ്ങനെ ഞാൻ റെഡിയായൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് ഞാൻ ഇട്ട ടോപ്പ്. ഇതെനിക്ക് അമ്മ തച്ച് തന്ന ടോപ്പാണ്, സൂപ്പർ ടോപ്പാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ എൻ്റെ മുടിയൊക്കെ ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട്. ബൈക്കിലാണ് പോകുന്നത്, അതുകൊണ്ട് മുടി ഞാനൊന്ന് ചുറ്റി കെട്ടി വയ്ക്കും. കാരണം ബൈക്കിലിരിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കാറ്റടിച്ചിട്ട് മുടിയുടെ ഒരു ടെക്സ്ചർ അങ്ങ് നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ അതൊന്ന് കെട്ടിയൊക്കെ വെച്ചിട്ട് അമ്പലത്തിലെത്തുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഇഷ്ടത്തിനാക്കാമല്ലോ. അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ റെഡി ആയിട്ടുണ്ട്. സൈഡിൽ ഉണ്ണിക്കുട്ട റെഡി ആവുന്നുണ്ട്. അവനെ കാണിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അതിനുശേഷം നമ്മൾ ഇറങ്ങി. അവർ റെഡിയാവുന്നത് കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അതും കാണിക്കുമെന്നുള്ള പേടിയിലായിരിക്കും പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇറങ്ങി. നമ്മൾ ആദ്യം ഏണിക്കരയിലുള്ള അമ്പലത്തിൽ പോയിട്ട് അവിടെ കുറേ നേരം നിന്നിട്ട് അവിടെ നിന്ന് കുറേ തലപ്പൊലി അല്ലല്ലോ കാവടി ഇങ്ങനെ വേറൊരു അമ്പലമുണ്ട്. ആ സ്ഥലം കാച്ചാണി എന്ന് പറയേ, അവിടോട്ടാണ് പോകുന്നത്. അപ്പോൾ ഉണ്ണി എൻ്റെ അടുത്ത് പറഞ്ഞു, ഉണ്ണിക്ക് ആദ്യം ഇവിടെ നിന്ന് കണ്ടിട്ട് തീർന്നിട്ട് വേറെ വഴി കൂടി കാച്ചാണിയിൽ പോവാം. അപ്പോൾ ഇവർ വേറൊരു വഴി കൂടി കാച്ചാണിയിൽ എത്തുന്നതിന് മുന്നേ ഞങ്ങൾ അവിടെ എത്തിയിരിക്കണം. അതായിരുന്നു ഉണ്ണിയുടെ പ്ലാൻ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 6 മണി 6:30 ആയപ്പോഴാണെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് അത് കഴിഞ്ഞ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് അഗ്നിക്കാവടി കാണുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ സ്ഥലത്ത് കണ്ടിട്ടില്ല. അങ്ങനെ ഇവിടെ വന്ന് അഗ്നിക്കാവടി ഉണ്ട്, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണി പറഞ്ഞു നമുക്ക് കണ്ടിട്ടെങ്കിൽ പോയാൽ മതിയെന്ന്. അങ്ങനെ എനിക്ക് കുറേ ഒന്നും കാണണ്ട, എങ്ങനെ ആയിരിക്കും എന്ന് അറിയണമെന്നുള്ളതുകൊണ്ട് ഞാനത് തുടങ്ങി. ഒരു 2 ചേട്ടന്മാർ ഇറങ്ങുന്നത് വരെ ഞാൻ അവിടെ നിന്ന് കണ്ടതിന് ശേഷം നേരെ തിരിച്ച് നമ്മൾ വീട്ടിൽ വന്ന്. കാരണം പിറ്റേന്ന് ഉണ്ണിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോഴത്തേക്ക് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉണരുന്നത് താമസിക്കും, ഉണ്ണി എണീക്കുന്നത് താമസിക്കും, ക്ഷീണമാവും. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഈ 2 പേരത് കണ്ടതിന് ശേഷം നമ്മൾ നേരെ തിരിച്ചിനി വീട്ടിൽ പോകണേ. അപ്പോഴത്തേക്ക് സൂപ്പർ ഒരു ദിവസമായിരുന്നു, അടിപൊളി ദിവസമായിരുന്നു. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു സ്പെഷ്യലായിട്ട് നമുക്ക് ഒരു നല്ലൊരു ഫീൽ കിട്ടുമല്ലോ, അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മളിനി നേരെ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഇനി ഒരു അടുത്ത വീഡിയോ ഒക്കെ ഇടാമേ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ കമൻറ്റൊക്കെ ഇടുക. നിങ്ങളെ പോസിറ്റീവായാലും നെഗറ്റീവായാലും കമൻറ്റ് ഇട്ടോ കേട്ടോ, ഒരു പ്രശ്നവുമില്ല. ബൈ.